മോണോതീസം അല്ലെങ്കിൽ ഏക ദൈവ ആരാധന ഏത് കാലഘട്ടത്തിലാണ് ശരിക്കും ആദ്യമായി മനുഷ്യൻ ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിച്ചു തുടങ്ങിയത്? അല്പം വിവാദം നിറഞ്ഞ ഒരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഏകദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ്. ബഹുദൈവത്തെ ആരാധിക്കുന്ന ആളുകളുമുണ്ട്, അതുപോലെ ഒരു രീതിയിലുള്ള വിശ്വാസവും ഇല്ലാത്ത ആളുകളുമുണ്ട്. മോണോതിയസത്തിന്റെ ചരിത്രം നമുക്ക് രണ്ട് വശങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കും. കുറേയധികം ചരിത്രകാരന്മാർ ഒരു വശത്താണ്, മറുവശത്ത് നിൽക്കുന്നത് ഒരു വലിയ വിഭാഗം വിശ്വാസികളും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും ഗവേഷകരും തന്നെയാണ്. ചരിത്രകാരന്മാർ മാത്രം നിൽക്കുന്ന ആദ്യത്തെ ആ വശം നമുക്ക് പരിശോധിക്കാം. ആ വശം അനുസരിച്ച് ഇതിൻ്റെ എല്ലാം തുടക്കം ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലെ ഒരു ഫറോ ആയിരുന്ന അക്കിനാറ്റൻ അല്ലെങ്കിൽ അമൻഹോട്ടപ്പ് നാലാമൻ, അതുമല്ലെങ്കിൽ ഏലിയൻ ഫറവോ. അദ്ദേഹത്തിന് അങ്ങനെയും ഒരു പേരുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്, അദ്ദേഹമല്ല മോണോതീസം അല്ലെങ്കിൽ ഏകദൈവ ആരാധന കൊണ്ടുവന്നു പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും നമുക്ക് അക്കിനാറ്റനിലൂടെ തന്നെ ഈ ചരിത്രം പറഞ്ഞു തുടങ്ങാം. ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ ഒരുപാട് റെഫറൻസുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുറാൻ റെഫറൻസ് ആണ്, അതുപോലെ ബൈബിൾ റെഫറൻസ് ആണ്, എന്തിന് പുരാണങ്ങൾ പോലും ഇവിടെ റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഏകദൈവ ആരാധനയുമായി പറയപ്പെടുന്ന പല കാര്യങ്ങൾക്കും ഹിന്ദുയിസവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ പരിശോധിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ പറയുന്ന ചില റെഫറൻസുകളെ കുറിച്ച് നിങ്ങൾ പല ആളുകളും വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒന്നും ഓർമ്മ നിൽക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ഒരുപാട് വായിക്കും, പക്ഷേ വായിച്ചതൊന്നും നമ്മുടെ ഓർമ്മയിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ വായന ഒരു ബോറൻ പരിപാടിയായിട്ടാണ് നമ്മൾ പലരും കാണുന്നത്. എന്നാൽ നമ്മൾ വായിക്കുന്നതെല്ലാം നമ്മുടെ തലച്ചോറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയാണെങ്കിലോ? അതിന് മെത്തേഡുകളുണ്ട്. വെറുതെ വായിച്ചു പോകാതെ വായിക്കുന്ന പുസ്തകങ്ങളെ വിഷ്വൽസ് ആക്കാനും ശബ്ദങ്ങളാക്കാനും ഗന്ധമാക്കാനും മനോഹരമായ നിറങ്ങളാക്കാനും നമുക്ക് സാധ്യമാകണം. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പുസ്തകമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനായാസം അത് നിങ്ങളുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. പുതിയൊരു ഭാഷ പഠിക്കാനും ഒരുപാട് വർഷങ്ങളും തീയതികളും ഒക്കെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇത് സഹായപ്രദമാകും. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള 25 മെത്തേഡുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു കോഴ്സ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇത് ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഏലിയൻ ഫറോ എന്ന പേരിൽ അറിയപ്പെടുന്ന അക്കിനാറ്റൻ ഫറോ അധികാരത്തിൽ വരുന്നത് 1353 BC-യിലാണ്. ചില ചരിത്രരേഖകൾ പറയുന്നത് അത് 1355 BC ആണെന്നാണ്. എന്നാലും ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം ഈജിപ്തിൻ്റെ ഫറോ ആയി മാറുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അക്കിനാറ്റൻ എന്ന ഒരു പേരുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അമൻഹോട്ടപ്പ് നാലാമൻ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ 3 ദൈവങ്ങളെയാണ് ഈജിപ്തിലുണ്ടായിരുന്ന ആളുകൾ ആരാധിച്ചിരുന്നത്. ആ 3 ദൈവങ്ങൾക്കും പ്രത്യേകം ക്ഷേത്രങ്ങളും പ്രത്യേകം പൂജാരിമാരും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം ശരിക്കും ഫോളോ ചെയ്യുന്നത് ഫറോയെ അല്ല, മറിച്ച് ഈ പൂജാരിമാരെയാണ്. പൂജാരിമാരുടെ കയ്യിലാണ് പണം അടങ്ങിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും തങ്ങളുടെ ദൈവമാണ് ഏറ്റവും മികച്ച ദൈവമെന്ന് പറഞ്ഞ് ആളുകൾ വഴക്കു കൂടുമായിരുന്നു. വലിയ രീതിയിലുള്ള ലഹളകൾക്ക് പോലും അത് കാരണമായി മാറുമായിരുന്നു. ഇതിനിടയിൽ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ മാത്രമേ ഫറോയ്ക്ക് സാധിക്കുകയുള്ളൂ. അമൻഹോട്ടപ്പ് നാലാമൻ്റെ കാലഘട്ടത്തിൽ തലപൊക്കി വന്ന പ്രശ്നമല്ലിത്. അതിനു മുൻപ് തന്നെ ഈ പ്രശ്നമുണ്ട്. പക്ഷേ അമൻഹോട്ടപ്പ് നാലാമൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അദ്ദേഹത്തിൻ്റെ പേരങ്ങ് അദ്ദേഹം മാറ്റി. ഒരു പേര് മാറ്റിയാൽ എന്ത് സംഭവിക്കാനാണ്? ശശി എന്നുള്ള പേര് സോമൻ എന്നാക്കിയത് കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ ഈജിപ്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു നടന്നത്. ഈജിപ്തിലുണ്ടായിരുന്ന 3 ദൈവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ 3 ദൈവങ്ങളും പരസ്പരം ബന്ധുക്കളായിരുന്നു. ഒരാൾ ഭർത്താവാണ്, അയാൾക്കൊരു ഭാര്യയുണ്ട്, ഭാര്യയാണ് രണ്ടാമത്തെ ദൈവം. മൂന്നാമത്തെ ദൈവം ഇവർക്ക് 2 പേർക്കും ഉണ്ടായ ഇവരുടെ മകനാണ്. ഭർത്താവിൻ്റെ പേര് അമുൻഡ്ര എന്നാണ്, ഭാര്യയുടെ പേര് മുട്ട്, മകൻ്റെ പേര് ഖുൻസു.
ഇതിൽ അമൻറ എന്ന പേരിനോട് നമ്മുടെ അമുൻ ഹോട്ടപ്പ് നാലാമൻ്റെ പേരിന് ഒരു സാദൃശ്യമില്ലേ? അത് ആക്സിഡൻ്റലി ഉണ്ടായ ഒരു സാദൃശ്യമല്ല. അമുൻ ഹോട്ടപ്പ് നാലാമൻ്റെ പേരിൻ്റെ അർത്ഥം അമുൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവൻ എന്നാണ്. അതായത് ഈ രാജാവ് പ്രതിനിധാനം ചെയ്യുന്നത് അമുൻ ദേവനെയാണ്. ഓരോ ഫറവോയും വെറുമൊരു രാജാവ് മാത്രമല്ല, അവർ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അമൻ ഹോട്ടപ്പ് നാലാമൻ അമുൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അദ്ദേഹം പേര് മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞു എന്നാണ്. അതിന് പകരമായിട്ട് അദ്ദേഹം സ്വീകരിച്ച പേര് അഖിനാറ്റൻ എന്നാണ്. അതിൻ്റെ അർത്ഥം അറ്റൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവൻ എന്നാണ്. ആരാണ് ഈ അറ്റൻ ദേവൻ? ഇപ്പോൾ ഞാൻ പറഞ്ഞ പേരുകളിൽ അങ്ങനൊരു പേരില്ല. ആകെ 3 ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നുവരെ ആരും അറ്റൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പുതിയതായിട്ട് ഈ അക്കിനാറ്റൻ ഉണ്ടാക്കിയെടുത്ത ഒരു ദൈവമാണ്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈജിപ്തിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ ജനങ്ങൾ മിക്കവാറും ഫോളോ ചെയ്തിരുന്നത് ഫറോയെ അല്ല, മറിച്ച് ഈ പ്രീസ്റ്റുകളെ അല്ലെങ്കിൽ പൂജാരിമാരെയാണ്. അവരുടെ പക്കലാണ് പ്രധാനമായിട്ടും ധനം അടങ്ങിയിരിക്കുന്നത്. പക്ഷേ പട്ടാളത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നത് ഫറോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തി ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അക്കിനാറ്റിന് സാധ്യമായി. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നശിപ്പിച്ചു കളയാൻ സാധിച്ചു. അതിനു പകരമായി അറ്റൻ ദേവന്റെ ക്ഷേത്രങ്ങൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ചു. ഈ അറ്റൻ ദേവനും അമുൻ ദേവനും തമ്മിൽ ഒരു വലിയ സാമ്യമുണ്ട്. അമുൻ ദേവൻ സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൈവമാണ്. അറ്റൻ ദേവനും സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൈവമാണ്. അറ്റൻ ദേവന്റെ ലോഗോ ഏകദേശം സൂര്യനോട് തന്നെ സാമ്യമുള്ള ഒരു ലോഗോയാണ്. സൂര്യനിൽ നിന്നും വെളിയിലേക്ക് വരുന്ന കിരണങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആ കിരണങ്ങൾ ആ ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കാനായി നീണ്ടുവരുന്ന കൈകളാണ്. ഈജിപ്തിലുണ്ടായിരുന്ന സകല ആളുകളെയും നിർബന്ധിച്ച് അറ്റൻ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ആരാധിക്കാനായിട്ട് ഫറവോ ശ്രമിച്ചുകൊണ്ട് തന്നെയിരുന്നു. അതിന് മുതിരാത്ത ആളുകളെ ക്രൂരമായിട്ട് അദ്ദേഹം കൊല ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ഒരു ഏകദൈവ മതവിശ്വാസത്തിലേക്ക് ഈജിപ്റ്റ് ഈ കാലഘട്ടത്തിൽ കടക്കുകയാണ്. അഖിനാറ്റൻ ഒരു കവി കൂടിയായിരുന്നു. അദ്ദേഹം ഈ അറ്റൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കവിതകൾ അല്ലെങ്കിൽ പ്രാർത്ഥന ഗീതങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. പല ഗവേഷകരും പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ സങ്കീർത്തനങ്ങൾക്ക് അഖിനാറ്റൻ എഴുതിയിട്ടുള്ള പ്രാർത്ഥന ഗീതങ്ങളോട് വലിയ സാമ്യമുണ്ടെന്നാണ്. അഖിനാറ്റൻ കൊണ്ടുവന്നത് മോണോതീസമോ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസമോ അല്ല എന്ന് പറയുന്ന ഗവേഷകർ തന്നെയുണ്ട്. അവർ പറയുന്നത് അഖിനാറ്റൻ്റെ ആറ്റൻ ദേവൻ അത് ഒരു സുപ്പീരിയർ ഗാഡാണ്, അല്ലാതെ ഏകദൈവമല്ല. പക്ഷേ മറ്റു ചില ഗവേഷകർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഖിനാറ്റൻ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയില്ലായിരുന്നു, അവരെ ആരാധിക്കേണ്ടെന്ന് ഒരിക്കലും പറയുകയില്ലായിരുന്നു. ഇത്തരത്തിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഗാഡുണ്ട്, ആ ഗാഡിനെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ആരാധിക്കേണ്ടതെന്നായിരിക്കും അദ്ദേഹം വാദിക്കുക. അദ്ദേഹത്തിൻ്റെ മുൻപിൽ അവിടെയുള്ള ആ 3 ദൈവങ്ങളും ശരിക്കുമുള്ള ദൈവങ്ങൾ തന്നെയാണ്. അവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയായിട്ടുള്ള അഖിനാറ്റന് ഭാവിയിൽ വളരെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് പോലും അദ്ദേഹത്തിന് ധാരണ ഉണ്ടായേനെ. എന്നാൽ അങ്ങനെയൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ 3 ദൈവങ്ങളും ദൈവങ്ങളെയല്ല. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല. അഖിനാറ്റൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു പ്രശസ്ത ഗവേഷകനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഈ റിസർച്ച് ഫലങ്ങളെല്ലാം ചേർത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി. ആ പുസ്തകത്തിലെ കോണ്ടന്റ് അനുസരിച്ച് അഖിനാറ്റൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മോസസ് അല്ലെങ്കിൽ മോശ. മോശ ഒരു പ്രൊഫറ്റ് ആണെന്ന് അല്ലെങ്കിൽ ഒരു പ്രവാചകനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മിക്ക ആളുകൾക്കും അറിയാം. ആ പ്രൊഫറ്റ് ആദ്യം ഉണ്ടായിരുന്നത് ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലെ ഈ ഫറവോയുടെ അണ്ടറിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് മോശ ഏകദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതെന്ന് പോലും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ഈജിപ്തിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്തു പോയ മോശ അവിടെ ഉണ്ടായിരുന്ന ആളുകളിലും ഈ അറിവ് പകർന്നു കൊടുത്തു. അങ്ങനെ അദ്ദേഹം മോണോതീസം മറ്റ് സ്ഥലങ്ങളിലും സ്ഥാപിച്ചു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. പക്ഷേ ഇതിനെ കടുത്ത ഭാഷയിൽ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചരിത്രകാരന്മാർ മുന്നോട്ട് വരുന്നുണ്ട്. അവർ ഇതൊക്കെ തന്നെയും നിഷേധിക്കുന്നുമുണ്ട്. ജൂതമത വിശ്വാസികളും ക്രിസ്ത്യാനികൾ നല്ലൊരു വിഭാഗവും ആദ്യമായി ഭൂമിയിൽ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ മോണോതീസം കൊണ്ടുവന്നത് പ്രൊഫറ്റ് എബ്രഹാം ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എബ്രഹാം എന്ന പേരിലുള്ള ഒരു വ്യക്തി
ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള ചരിത്ര രേഖകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരു ചരിത്രകാരന്മാരും അത്തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പക്ഷേ പല ഗവേഷകരും അനുമാനിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ്. അവരൊരു തീയതിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2000 BCEക്കും 1500 BCEക്കും ഇടയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം അബ്രഹാം ജീവിച്ചിരുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് അബ്രഹാം അല്ല ആദ്യത്തെ പ്രവാചകൻ എന്നാണ്. അവർ പറയുന്നത് ഇനാഖിനെയാണ്. ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സസ് 22-ൽ ഇനാഖിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അദ്ദേഹം 300 വർഷക്കാലം ദൈവത്തോടൊപ്പം നടന്നതായിട്ട് അതിൽ പരാമർശിക്കുന്നു. ഇനാഖ് ആദത്തിന്റെ, അതായത് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനെന്ന് പേരിൽ വിശ്വസിക്കുന്ന ആദത്തിന്റെ പിൻഗാമിയാണ്. ഈ ഇനാഖിന് മരണമില്ല. സ്വർഗത്തിലുള്ള ദൈവത്തെയും ഭൂമിയിലുള്ള മനുഷ്യരെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു മെസ്സഞ്ചർ. ജെനസിസ് എന്ന് പറയുന്ന പുസ്തകം പഴയകാല ബൈബിളാണ്. ഓൾഡ് ടെസ്റ്റിമണിയിലെ ആദ്യത്തെ പുസ്തകമാണ്. ജൂതമതത്തിനും ക്രിസ്ത്യൻ മതത്തിനും ഇസ്ലാം മതത്തിനും ഈ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭിന്നതയുണ്ടെങ്കിൽ പോലും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്: ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ അത് ആദമാണെന്ന്. എന്നാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് ഒരു പടി കൂടി കടന്ന് അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ പ്രൊഫറ്റ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മോണോതീസത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആദത്തെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ആദത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 7-ലാണ്. ദൈവം ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചതായി പറയപ്പെടുന്നത് ഇതേ ഭാഗത്ത് തന്നെയാണ്. മണ്ണുകൊണ്ടാണ് ആദ്യ മനുഷ്യനായ ആദത്തെ നിർമ്മിക്കുന്നത്. അതിനുശേഷം നാസാരന്ധ്രങ്ങളിൽ ഒന്ന് ഊതി. അങ്ങനെയാണ് ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപം ശരിക്കും ജീവനുള്ള ഒരു മനുഷ്യനായി മാറിയത്. ആദത്തിന് ജന്മം ലഭ്യമായത് ഏദൻ തോട്ടത്തിലാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള മരമുണ്ട്. ഒരു മരം ട്രീ ഓഫ് ലൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊന്ന് ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ. ഇതിലെ ട്രീ ഓഫ് ലൈഫിൽ നിന്നുള്ള ഫലങ്ങൾ മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് ദൈവം പ്രത്യേകമായിട്ട് വാണിംഗ് കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ ചിന്തകൾക്കും അപ്പുറമായിട്ട് പിന്നീടുള്ള കാലഘട്ടങ്ങളിലെ ആദത്തിൻ്റെ ജീവിതം അത് വളരെ വിരസമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനായി ദൈവം വേറെയും പല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് തന്നെ. അങ്ങനെയാണ് പക്ഷികളും മറ്റ് മൃഗങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. എങ്കിലും ആദത്തിൻ്റെ ജീവിതം വളരെ വിരസമായി തന്നെ തുടർന്നു പോയി. ആദത്തിന് സംവദിക്കാൻ സാധിക്കുന്ന, ആദത്തെ പോലെ തന്നെയുള്ള, ആദത്തിന് സ്നേഹിക്കാൻ സാധിക്കുന്ന മറ്റൊരു ജീവിയെ കൂടി സൃഷ്ടിക്കണമെന്ന് ദൈവം ചിന്തിച്ചു. അങ്ങനെയാണ് ഒരിക്കൽ ആദം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആദത്തിൻ്റെ വാരിയല് ദൈവം എടുക്കുന്നത്. അങ്ങനെ എടുത്ത ആ വാരിയല് കൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു, ആദ്യത്തെ സ്ത്രീ. ഈവ്, ഇവ അല്ലെങ്കിൽ ഹൗവ എന്നുള്ള പേരുകളിലാണ് ഈ സ്ത്രീ അറിയപ്പെടുന്നത്. ഈവ് എന്ന പദത്തിൻ്റെ അർത്ഥം ജീവൻ എന്നാണ്. ആദത്തിൻ്റെ ജീവിതത്തിലെ ഒരു ജീവനായി മാറി ഈവ്. ഏദൻ തോട്ടത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ പാമ്പുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള പാമ്പുകളല്ല എന്നാണ് വിശ്വാസം. ആ കാലഘട്ടത്തിലെ പാമ്പുകൾ ഇഴഞ്ഞായിരുന്നില്ല ശരിക്കും നടന്നിരുന്നത്. അവയ്ക്ക് നമ്മൾ കാർട്ടൂണുകളിലും മറ്റും കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു രൂപപ്രകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പാമ്പ് ഒരിക്കൽ ഹൗവയോട് ഒരു സ്വകാര്യം പറഞ്ഞു, ഒരു രഹസ്യം. അതൊരു ചതിയായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രീ ഓഫ് ലൈഫിലെ പഴങ്ങൾ മാത്രം ഭക്ഷിക്കുന്നത്? എന്തുകൊണ്ട് ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിലിലെ ഫലങ്ങൾ ഭക്ഷിച്ചുകൂടാ? ആ ഫലം ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് തുല്യമായിട്ട് മാറും. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഹൗവയ്ക്ക് ഒരു മോഹമുണ്ടായി. തനിക്കും ദൈവത്തിന് തുല്യമായിട്ട് മാറണം. ആ ഒരു മോഹത്തെ തുടർന്നാണ് ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ നിന്നും ഒരു ഫലമെടുത്ത് അവർ ഭക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു ഫലം കൂടി എടുത്ത് അവർ അവരുടെ ഭർത്താവിന് സമ്മാനിക്കുന്നുണ്ട്. ഭർത്താവ് കഴിക്കുന്നതിനിടയിലാണ് ദൈവം അവിടേക്ക് ചെല്ലുന്നത്. ദൈവത്തിന് വലിയ രീതിയിലുള്ള കോപമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെയും ദൈവം ശപിച്ചു. പാമ്പിനോട് പറഞ്ഞത്, ഇനിയുള്ള ജീവിതകാലം മുഴുവനും നീ ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കും, പൊടിയുടെയും മണ്ണിൻ്റെയും ഇടയിലൂടെ
അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും നിന്റെ ജീവിതം. ഹവ്വയ്ക്ക് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് കൊടുത്തത്. ഹവ്വയോട് പറഞ്ഞു, നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് നീയായിരിക്കും. മറ്റ് ജീവജാലങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ചായിരിക്കും നീ പ്രസവിക്കുക. ആദത്തിനും ശിക്ഷ കൊടുക്കാതിരുന്നില്ല. ആദത്തിന് കൊടുത്തത് ജീവിതകാലം മുഴുവനും നീ ജോലി ചെയ്ത് നരകിക്കുമെന്നാണ്. നീ ജോലി ചെയ്താൽ മാത്രമേ നിനക്കും ഹൗവയ്ക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കണം. ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ ദൈവം പുറത്താക്കി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് തലമുറകൾ കടന്നുപോയി. മനുഷ്യൻ മനുഷ്യനെ അല്ലാതെയായി മാറി, ക്രൂരനായിട്ടുള്ള മനുഷ്യനായിട്ട് മാറി, മൃഗങ്ങളെപ്പോലെ പെരുമാറാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ റിഗ്രറ്റ് ചെയ്തു എന്നാണ് പരാമർശം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല മനുഷ്യരെയും ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നോവ എന്നാണ്. നൂഹ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഈ നോയയോട് മാത്രം ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ മാത്രമാണ് ഇവിടെയുള്ള നന്മയുള്ള മനുഷ്യൻ. അതുകൊണ്ട് നിന്നോട് മാത്രം ഞാൻ പറയാം, ഇവിടെ ഭീകരമായിട്ടുള്ള ഒരു പ്രളയം വരാൻ പോവുകയാണ്. ആ പ്രളയത്തിൽ ഇവിടെയുള്ള സകലരും മരണമടയും. പക്ഷേ നീ മരിക്കാൻ പാടില്ല. നീ ഒരു വലിയ പേടകമുണ്ടാക്കണം, ഒരു വലിയ ബോട്ട്. ആ ഒരു ബോട്ടിൽ നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മകനും നിന്റെ മകൻ്റെ ഭാര്യമാർക്കും പ്രവേശിക്കാം. മറ്റ് മനുഷ്യരെ ആരെയും പ്രവേശിപ്പിക്കണ്ട. കൂടാതെ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും ഓരോ പേഴ്സിനെ, അതായത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നീ ആ ബോട്ടിലേക്ക് എത്തിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷിക്കാൻ സാധിക്കുന്ന സകല ഭക്ഷണ സാമഗ്രികളും ആ ബോട്ടിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ച് നോവ ഒരു വലിയ പേടകം തന്നെ സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പേമാരി ഉണ്ടായി. 40 ദിവസവും 40 രാത്രികളിലും തുടർച്ചയായിട്ട് മഴ പെയ്തു എന്നാണ് വിശ്വാസം. ഭൂമി മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ടു. അങ്ങനെ നിലത്തുണ്ടായിരുന്ന ആ നോവയുടെ പേടകം അത് ജലം കാരണം മുകളിലേക്ക് ഉയർന്നു വന്നു. അത് ഒഴുകി ഒഴുകി ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും മൗണ്ട് അരാറാത്തിൽ എത്തിച്ചേർന്നു. അവിടെയാണ് ആ പേടകം തങ്ങി നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ മഴ പൂർണ്ണമായിട്ടും അവസാനിക്കുകയും വെള്ളം പൂർണ്ണമായിട്ടും അവിടെ നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഹിന്ദുയിസത്തിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. രാജാവായ മനുവിന് ഒരു മത്സ്യത്തെ കിട്ടി. അത് വെറും ഒരു മത്സ്യമായിരുന്നില്ല, മഹാവിഷ്ണുവിൻ്റെ മത്സ്യ അവതാരമായിരുന്നു. ആ മത്സ്യത്തിനും പറയാനുണ്ടായിരുന്നത് ഒരു വലിയ പ്രളയത്തെക്കുറിച്ചാണ്. ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു. ആ പ്രളയത്തെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വലിയ ബോട്ട് ഉണ്ടാക്കണം. മത്സ്യത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു വലിയ ബോട്ടുണ്ടാക്കി മനു. വലിയ പ്രളയമായപ്പോൾ ആ ബോട്ടിനെ വലിച്ചുകൊണ്ട് മത്സ്യം ഹിമാലയത്തിന് അരികിലേക്ക് പോയി. അങ്ങനെ ആ ബോട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും രക്ഷപ്പെട്ടു. ഇതേ സംഭവം തന്നെ മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലും പരാമർശിക്കുന്നുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും ആദ്യകാല പുസ്തകങ്ങൾ ഒന്നായിട്ടുള്ള എപ്പിക് ഓഫ് ഗിൽഗമേഷിലാണ് ആ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഒരു മുനിയായിരുന്ന ഉത്നപിഷ്ടിംനാണ് വരാൻ പോകുന്ന വലിയ പ്രളയത്തെക്കുറിച്ചുള്ള സന്ദേശം ലഭിക്കുന്നത്. ആ സന്ദേശത്തിലെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വൃത്താകൃതിയിലുള്ള ഒരു വലിയ ബോട്ട് നിർമ്മിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാമ്യത ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഗ്രീക്ക് മിത്തോളജിയിലും ഇതേ തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഡ്യുക്കാലിയന്റെ പിതാവായ പ്രോമെത്യൂസ്, അദ്ദേഹമാണ് വരാൻ പോകുന്ന വലിയ പ്രളയത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അതിനെ തുടർന്ന് ഡ്യുക്കാലിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു വലിയ ബോട്ട് നിർമ്മിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കിനി പ്രൊഫറ്റ് എബ്രഹാമിലേക്ക് മടങ്ങി വരാം. എബ്രഹാമിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് മോണോതീസം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്. മിദ്രാഷ് ജെനസിസ് റാബ ചാപ്റ്റർ 38. ഖുർആനിലും ഇതേ രീതിയിലുള്ള കഥയുടെ പരാമർശമുണ്ട്, പക്ഷേ അല്പം വ്യത്യാസത്തോടു കൂടിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചാപ്റ്റർ 21 വേഴ്സസ് 51 മുതൽ 70 വരെ. എബ്രഹാമിൻ്റെ പിതാവ് താര, അദ്ദേഹത്തിന് ഒരു കടയുണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു കട. ഒരിക്കൽ അദ്ദേഹം ആ കട തൻ്റെ മകനായ എബ്രഹാമിനെ ഏൽപ്പിച്ച് വെളിയിലേക്ക് പോയി. ആ സന്ദർഭത്തിൽ ഏകദേശം 50 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി വിഗ്രഹം മേടിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിയിച്ചു. അദ്ദേഹത്തിനൊരു വിഗ്രഹം വേണം. എന്തിനാണ് താങ്കൾക്ക് ഒരു വിഗ്രഹം? എനിക്ക് ആരാധിക്കാനാണ്.
നിങ്ങൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? എനിക്ക് 50 വയസ്സ് പ്രായമുണ്ട്. അബ്രഹാം അടുത്തുണ്ടായിരുന്ന ഒരു വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 1 വർഷം മുമ്പ് മാത്രം ഉണ്ടാക്കിയ ഒരു വിഗ്രഹമാണ്. എന്തിനാണ് ഈ 1 വർഷം മാത്രം പ്രായമുള്ള ഈ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കുന്നത്? അതിനേക്കാൾ പക്വതയും പാകതയും നിങ്ങൾക്കുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ അവിടെ നിന്നും വിഷമത്തോടു കൂടി തന്നെ ആ 50 വയസ്സുകാരൻ ഇറങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ എബ്രഹാം ഒരുപാട് വിഗ്രഹങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. ആരും അവിടെ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു വലിയ വടി ഉപയോഗിച്ചിട്ടാണ് എല്ലാം നശിപ്പിക്കുന്നത്. പക്ഷേ ഒരു വലിപ്പമേറിയ വിഗ്രഹം മാത്രം അദ്ദേഹം ബാക്കി വെച്ചു. അതിനുശേഷം അദ്ദേഹം പൊളിക്കാനായിട്ട് ഉപയോഗിച്ച വടി ആ വലിയ വിഗ്രഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഒടുവിൽ ആളുകളൊക്കെ എത്തിച്ചേർന്ന് എബ്രഹാമിനോട് കാര്യം തിരക്കി, എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളൊക്കെയും നശിപ്പിക്കപ്പെട്ടത്? എബ്രഹാം ചൂണ്ടിക്കാണിക്കുന്നത് ആ വലിപ്പമേറിയ പൊട്ടിക്കാത്ത വിഗ്രഹത്തെയാണ്. ആ വിഗ്രഹത്തിന്റെ കയ്യിൽ അപ്പോഴും ഒരു വലിയ വടി ഉണ്ടായിരുന്നു. ആ കാണുന്ന വിഗ്രഹമാണ് ഇവിടെ ഉണ്ടായിരുന്ന സകല വിഗ്രഹങ്ങളെയും നശിപ്പിച്ച് കളഞ്ഞത്. ആ വിഗ്രഹമാണല്ലോ ഏറ്റവും ശക്തൻ, ഏറ്റവും വലിപ്പമേറിയ വിഗ്രഹം ആ വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് വലിപ്പം കുറഞ്ഞ അതിശക്തരല്ലാത്ത വിഗ്രഹങ്ങളെ നശിപ്പിച്ച് കളഞ്ഞത്. പക്ഷേ അത് വിശ്വസിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂട്ടാക്കിയില്ല. നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? അത് വിഗ്രഹമല്ലേ? ആ വിഗ്രഹത്തിന് എങ്ങനെയാണ് ഇവിടെയുള്ള മറ്റു വിഗ്രഹങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നത്? സത്യം പറയണം, ഈ വിഗ്രഹങ്ങളെ നശിപ്പിച്ചത് നീ തന്നെയല്ലേ? എബ്രഹാം കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ചോദ്യത്തിന്. നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, വെറും വിഗ്രഹം മാത്രമായിട്ടുള്ള ഈ രൂപങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന്. പിന്നെ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? ഈ വിഗ്രഹങ്ങൾക്ക് ഒരു ശക്തിയുമില്ല. ശക്തി ഉള്ളത് ഒരൊറ്റ ദൈവത്തിന് മാത്രമാണ്. ആ ദൈവമാണ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത്. നമ്മളെ എല്ലാവരെയും പരിപാലിക്കുന്നതും അതേ ദൈവം തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അബ്രഹാമിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ അഗ്നിപരീക്ഷയ്ക്ക് വിധേയനാകണം. ഒരു വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെ നീ നടന്നു പോകണം. നീ ആ അഗ്നി പരീക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ, നിനക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം, ഇവിടെ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അബ്രഹാം അങ്ങനൊരു അഗ്നി പരീക്ഷണത്തിൽ വിജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോണോതീസം സ്വീകരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. നിലവിലുള്ള സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ അക്കിനാറ്റനോ അല്ലെങ്കിൽ പ്രൊഫറ്റ് എബ്രഹാമോ ആയിരിക്കണം ആദ്യമായിട്ട് മോണോതീസം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രണ്ടുമല്ല വേറെ ഏതെങ്കിലും സോഴ്സ് ആണെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മറ്റുള്ള ഡീറ്റെയിലുകളൊന്നും ലഭ്യമായിരുന്നില്ല. എനിക്ക് കിട്ടിയ ഡീറ്റെയിലുകൾ മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെന്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലുമുള്ള ലിങ്ക് പരിശോധിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.